പീപ്പിൾസ് മിഷൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡിജിറ്റൽ മീഡിയ ജനപക്ഷ ബദലിന്റെ സൃഷ്ടി എന്ന വിഷയത്തിൽ ജൂൺ 22-ന് ശില്പശാല സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. ശനിയാഴ്ച രാവിലെ 9:30-ന് പ്രതിനിധികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. ഉച്ചയ്ക്ക് 12:30-ന് ശില്പശാല അവസാനിക്കും. ഈ ഡിജിറ്റൽ മീഡിയ ജനപക്ഷ സൃഷ്ടി ബദലിൻ്റെ ജനപക്ഷ ബദലിൻ്റെ സൃഷ്ടി എന്നൊരു ശില്പശാല കണ്ണൂരിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ശില്പശാലയിൽ രണ്ട് പ്രധാനികൾ ആ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് പ്രവീൺ പുരസ്കായ. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാധ്യമരംഗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളാണെന്ന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭരണകൂട ഭീകരതയ്ക്ക് എരിയായിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് ഈ ജനപക്ഷ ബദൽ ഈ ഡിജിറ്റൽ മീഡിയ രംഗത്ത് എങ്ങനെ സാധ്യമാകും എന്നെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു ചർച്ചയ്ക്കും സംവാദത്തിനും ഇട നൽകുന്നതാണ് ഈ ശില്പശാല. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ പ്രവീൺ പൂർഗായസ്ത, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും വിഷയങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ വി. ശിവദാസൻ MP ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഡോക്ടർ പ്രബീർ പൂർഗായസ്തയെ ആദരിക്കും. ഗവേഷകർ, പത്രപ്രവർത്തകർ, പ്രൊഫഷണലും ലൈബ്രറി പ്രവർത്തകർ തുടങ്ങിയവർക്ക് പങ്കെടുക്കാം. ശക്തമായ ജനകീയ ഇടപെടലിന് കൂടി സാധ്യതയുള്ള ഇടമാണ് ഡിജിറ്റൽ മാധ്യമ രംഗം. വ്യത്യസ്തങ്ങളായ സാധ്യതകളാണ് ഓൺലൈൻ മീഡിയ തുറന്നുവിടുന്നത്. എന്നാൽ സാമൂഹികവും ജനകീയവുമായ ഇടപെടലുകളെ അഭാവം മേഖലയെ സാധാരണക്കാർക്ക് അന്യമാക്കി തീർത്തിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്തുകയാണ് ശില്പശാല കൊണ്ട് ലക്ഷ്യമിടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ടി. കെ. ഗോവിന്ദൻ മാസ്റ്റർ, പി. കെ. വിജയൻ, എം. കെ. മനോഹരൻ, മുകുന്ദൻ മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രബീർ പുർഗായസ്ത, അദ്ദേഹത്തെക്കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള പ്രബീറിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഓൺലൈൻ പോർട്ടലിലൂടെ എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ, അത് ചരിത്രത്തിൻ്റെ കാര്യത്തിലായാലും ഡിജിറ്റൽ മീഡിയയുടെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നമുക്കെല്ലാം അറിയാം. നമ്മളിവിടെ കണ്ണൂരിൽ ഡിജിറ്റൽ മീഡിയ ജനപക്ഷ ബദലിൻ്റെ സൃഷ്ടി, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് പരിശോധിക്കുന്ന വിശദമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി കുറേ പേര് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ജില്ലയിലെ ഗ്രന്ഥശാല പ്രവർത്തകരും സാംസ്കാരിക മേഖലയുള്ളവരും മറ്റ് പ്രൊഫഷണൽ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. രാവിലെ 9:30 ആരംഭിച്ച് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്ന കാര്യം.